അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത്. കാരണം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അതായത് ബുധൻ വരുത്തുന്ന ചില സ്വാധീനം കൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ നിമിഷ സമയം മതി എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരും ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നവയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്നവയുമാണ്. എന്നാൽ സാധാരണഗതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു വിധത്തിലും ആ കാര്യങ്ങൾ നേരെയാകും എന്ന പ്രതീക്ഷ നിങ്ങൾക്കില്ല. കാരണം അത്രയധികം പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച ബുധൻ നേർരേഖയിലേക്ക് മാറുന്ന സമയമാണ്. അതായത് ബുധന്റെ നേർരേഖയിലുള്ള ഈ സഞ്ചാരം കൊണ്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഫലപ്രകാരം അത്രയേറെ വ്യക്തമാണ്. അപ്പോൾ ബുധന്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ഇപ്പോൾ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധന്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിലും ഒട്ടനവധി കഷ്ടപ്പാടുകളും ജീവിതത്തിൽ ഒരു വിധത്തിലും മുന്നേറുവാൻ കഴിയുന്നില്ലാത്ത തരത്തിലുള്ള ദുരിതപൂർണമായ സാഹചര്യങ്ങളും സഹിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചില സമയങ്ങളിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങൾക്കും അനുസരിച്ചല്ല ഓരോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നടക്കാതെയാകുമ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഓരോ ദിവസവും പെരുകി വരുന്ന കടബാധ്യതകളും ഒരു വിധത്തിലും സമാധാനമില്ലാത്ത മാനസികാവസ്ഥയും കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണ്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ബുധൻ നേർരേഖയിലേക്ക് മാറുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തിരുത്തി കുറിക്കപ്പെടുന്ന സമയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ കാലങ്ങളായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ സ്വപ്നം പൂർണ്ണതയിലേക്ക് എത്താതെ നിൽക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന
ചില സ്വപ്നങ്ങളെയും പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന ചില പ്രശ്നങ്ങളെയും നിങ്ങളെക്കൊണ്ട് മറികടക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ പോലും മറന്നുപോയിരുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരുന്ന തരത്തിലായിരിക്കും നിങ്ങളിൽ ഭാഗ്യം തുണയായി നിൽക്കുന്നത്. ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെയധികം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴുള്ള കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തി ഉടനെയെങ്ങും ഉണ്ടാകുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വിധി കാത്തുവച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. അതായത് അവിശ്വസനീയമായ ഒരു ധനനേട്ടമാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. മാത്രമല്ല, സാമ്പത്തികമായി നിങ്ങൾ ഇല്ലായ്മ അനുഭവിക്കുന്നത് കണ്ട് നിങ്ങളെ വളരെയധികം തഴഞ്ഞിരുന്ന ചില വ്യക്തികളുടെ മുൻപിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില നേട്ടങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കൈവരിക്കുവാൻ കഴിയുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലുള്ള മക്കൾ കുംഭം രാശിയിൽ പിറന്നവരാണെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന രാജയോഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന മക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് മികച്ച ജോലി, ജീവിതത്തിൽ മറ്റുള്ള നേട്ടങ്ങളും എന്നിവയെല്ലാം വന്നു ചേരുന്നത് നിങ്ങളെ കൊണ്ട് കാണുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, തലമുറകളിലൂടെ ഒരു ഉയർച്ച കുംഭം രാശിക്കാരുടെ കുടുംബത്തിന് തന്നെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റു ചില വ്യക്തികളോട് തുറന്നു പറയണമെന്ന് മനസ്സിൽ തോന്നലുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥ നിലനിൽക്കുകയും, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടും ഒരു മടി കാരണം നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പുറമേ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യങ്ങളും നേരെയാവില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അത്രയധികം കണ്ണുനീർ കുടിക്കുകയും പല പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തു. ഇത്രയും കാലം അനുഭവിച്ചത് തന്നെ അധികമാണ് എന്നത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല നിലയിലേക്ക് എത്തുവാനായി വല്ലാതെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ സാമ്പത്തികമായും മാനസികമായും വല്ലാതെ തകർന്നു നിൽക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുരവസ്ഥകൾ കണ്ട് ഭഗവാൻ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു സമയമായിട്ടാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് രൂപപ്പെടുന്ന ഈ ഭാഗ്യസമയത്തെ കണക്കാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി ബുധൻ നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയമായ
ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെ ശുഭകരമായ ഒട്ടനവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ച് വല്ലാതെ മാനസികമായി സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ചില ആളുകൾ ഉള്ളത്. കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സാഹചര്യങ്ങളും, അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിന് തക്കതായ ഒരു പ്രതിഫലം ലഭിക്കാത്ത തരത്തിലുള്ള ദുരവസ്ഥയുമാണ് പല മീനം രാശിക്കാരും കർമ്മമേഖലയിൽ നേരിടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില മീനം രാശിക്കാർക്ക് സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനും, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിന്ന് കരസ്ഥമാക്കുവാനും കഴിയും. ഇനി അതുകൂടാതെയും കച്ചവട രംഗത്തും ബിസിനസ് മേഖലയിലുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന മീനം രാശിക്കാർക്കും ഈ ഒരു സമയം ഏറ്റവും ഭാഗ്യകരമാണ്. ഏറ്റവും പ്രധാനമായി കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുവാനും, അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടും മീനം രാശിക്കാരിൽ ധനലാഭവും സാമ്പത്തിക നേട്ടങ്ങളും തന്നെയാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മീനം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളിൽ എന്തെന്നില്ലാത്ത പ്രശ്നങ്ങളാണ് ദൈനംദിനം അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി വന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നതില്ല. അതോടൊപ്പം തന്നെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ പതനം കാണുവാൻ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ കൂടുതൽ സമാധാനമുണ്ടാകുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവം വന്നു ചേരുകയും, അതുപോലെ തന്നെ നിങ്ങളുടെ പതനവും തകർച്ചയും കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചിലരുടെ മുൻപിൽ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു വാഹനം സ്വന്തമാക്കുവാൻ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില മീനം രാശിക്കാരെ പറ്റിയാണ്. അതൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു 2 ചക്ര വാഹനം ആണെങ്കിൽ പോലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ വലിയ ഒരു ആഗ്രഹം തന്നെയാണ്. എന്നാൽ ഇതുവരെ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളിൽ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം ഭാഗ്യമായി വരുന്നതോടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കുവാനുള്ള യോഗവും ചില മീനം രാശിക്കാരിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ ചില ആഡംബരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഒപ്പം തന്നെ മീനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി മൂന്നാമതായി ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകളിലൂടെയും കടന്നു പോവുകയും പലവിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഇവിടെ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ പോലും നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചത് പലതും ഇതുവരെ നിങ്ങൾ നേടിയെടുത്തിട്ടില്ല താനും. മാത്രമല്ല ഇപ്പോൾ ജീവിതത്തിൽ പലവിധത്തിലുള്ള ചോദ്യചിഹ്നങ്ങളിലൂടെയുമാണ് നിങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്.
കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിലെ പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങളും കൊണ്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് സത്യം. മാത്രമല്ല, ജീവിതത്തിലെ ഈ ദുരവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ പിറന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റിയാണ്. അതായത് പുതിയ ഒരു മാസത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ കടം വാങ്ങിച്ച തുക തിരികെ തരാമെന്ന് മറ്റുള്ള ചില വ്യക്തികളോട് വാക്ക് പറഞ്ഞിട്ട് അതെങ്ങനെ പാലിക്കണമെന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഉടനടി തന്നെ പരിഹാരം കാണേണ്ട സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യസമയം നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൽ തന്നെ ചില കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മക്കളുടെ ഉപരിപഠനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടോ എന്തുമാകാം. എന്നാൽ അത്തരത്തിൽ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള മക്കളുടെ ഭാവി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തു പ്രതിസന്ധിയാണോ നിലനിന്നിരുന്നത് ആ പ്രശ്നങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്ന സമയവും കൂടിയാണ് ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി അതുപോലെ തന്നെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ട് പോലും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ശുഭകരമായ മാറ്റങ്ങളും കാണുവാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബുധൻ ഭാഗ്യഭാവത്തിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് വിവാഹ തടസ്സം നേരിട്ടിരുന്ന ചില ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിൽ വിവാഹ തടസ്സം മാറും എന്നത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ജീവിത പങ്കാളി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി കൂടിയായിരിക്കും. ഇനി അതുപോലെ തന്നെ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം ഭാഗ്യകരമായി വരുന്ന ഈ ഒരു സമയത്ത്, അതായത് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച, ചില ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ പോകുന്നത് അവിസ്മരണീയമായ ചില അനുഭവങ്ങളായിരിക്കും. അതായത് ഈ അധ്യായം കാണുന്ന സമയത്ത് വരെ ജോലി സംബന്ധമായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾ കൊണ്ട് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും നിങ്ങളുടെ അധ്വാനത്തിന് തക്കതുമായ ഒരു പ്രതിഫലമോ ഒരു സമ്മാനമോ ഒരു നേട്ടമോ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ദിവസമായിട്ടാണ് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച കാണപ്പെടുന്നത്. ഒപ്പം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഇടവം രാശിക്കാർക്ക് അറ്റൻഡ് ചെയ്യുവാൻ ഏറ്റവും ശുഭകരമായ ഒരു ദിവസം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാർക്ക് ചില പേപ്പർ വർക്കുകൾ ശരിയാകാത്തത് കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതൊരു പക്ഷേ സർക്കാർ തലത്തിൽ നിന്ന് അനുഭവിച്ചു കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുമാകാം. എന്നാൽ അത്തരത്തിൽ ചില പേപ്പർ കാര്യങ്ങൾ ശരിയാകാത്തതുകൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ
പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകുന്ന സമയവും കൂടിയായിരിക്കും ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് തെളിയുന്നത്. അപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും വിദേശയാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കും എല്ലാം തന്നെ ഇത് ഭാഗ്യസമയമാണെന്ന് പറയാം. ഇനി ഇതിനെല്ലാം പുറമെ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും മാനസികമായി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച ഇടവം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും വളരെ മികച്ച ചില അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളുമാണ് ഈ ബുധൻ്റെ സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.